ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്ന് രാത്രി ആയപ്പോഴാണ് നമ്മുടെ ബോസ് വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ കുറച്ച് സിമെൻറ്റ് കിടക്കണ്ടോ ഒന്ന് കൂട്ടിയിടാൻ വരാൻ വേണ്ടി. അപ്പോൾ ഗൈസ് അതിന് വേണ്ടി വന്ന് നമുക്ക് എന്ത് ഒരാൾ വന്നെന്ന്. അയ്യോ ഗൈസ്, ഞാൻ വിചാരിച്ചു വല്ല പട്ടിയ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിയേക്കായിരുന്നു. ഗൈസ് ആളെ പിന്നാലെ 3 കാറ് കേട്ടോ. കാറല്ല ഗൈസ്, ജി വാഗണാണ് ആ പോയത്. ജി വാഗൺ അല്ലെങ്കിൽ ബൊലേറോ എങ്ങോണ്ടാണ് ആ ഒരാൾ പിന്നാലെ പോയത്. എന്നാലും ഇതെന്താണ് ഗൈസ്? ഞാൻ എന്തായാലും വേഗം വീട്ടിൽ പോട്ടെ. നമുക്ക് നാളെ ഇവിടെ വന്നിട്ട് നോക്കാം എന്താ സംഭവം എന്ന്. ഗൈസ് ഇവിടെ ഷോറൂമിൽ ക്യാമറ ഉണ്ട്. നമുക്കെന്തായാലും അവിടുത്തെ CCTV നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തായാലും ഞാൻ അപ്പോഴേക്കും അവിടെ നിന്ന് മണ്ടിയിട്ടുണ്ടായിരുന്നു. ഗൈസ് ആകെ മൂഞ്ചി. നമ്മുടെ ഷോറൂമിലത്തെ CCTV ഓഫാണ്. അതായത് അത് മുന്നേ തന്നെ ആരോ ഡിസ്കണക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതോ നല്ല ടീമാണ് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിക്കണമെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ആളെ കൊല്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിരിക്കും പ്ലാന്. ഗൈസ് ഇന്നലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയാൽ മതിയായിരുന്നു. അത് ഓർത്തില്ല ഞാൻ. ഗൈസ് ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഇവിടുന്ന് വല്ലതും കാണുമെന്ന് നോക്കാം. അയ്യോ ഗൈസ്, ഇന്നലെ മണ്ടേ ആളാണത്. അയ്യോ ഷടാ, എന്നാലും ഇവനെ ആര് കൊന്ന്? പാവം ഗൈസ്. ഇതെന്ത് പറ്റി? അയ്യോ ബോസ്, അപ്പൊ നീയാണെങ്കിൽ ഇവനെ കൊന്നത്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്തെങ്കിലും ആവശ്യമില്ലാത്ത പോലീസിനെ വിളിക്കുന്നത്? ഞാനൊന്നല്ലേ ഇവനെ കൊന്നത്. വെറുതെ നീ വേഗം വിളിച്ചപ്പോഴേക്ക് വന്നത്. ഹലോ സാർ, നിങ്ങൾ വേഗം എന്റെ സൈറ്റിലേക്ക് ഒന്ന് വരൂ. ഗൈസ് എൻ്റെ ബോസ് ഇത്രയും വലിയ ചതിയനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഗൈസ്. സാർ അത് ഞാനല്ല. എന്തായാലും ഇവരെന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെങ്കിലും ഇതിൻ്റെ സത്യം പുറത്തു വരുമല്ലോ. അപ്പോൾ ഞാൻ ഇവരും അതേപോലെ തന്നെ എൻ്റെ ബോസിന് ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഗൈസ് ഒരാഴ്ചക്ക് ഇനി 3 ദിവസമുള്ളൂ ബാക്കി. ഗൈസ് 4 ദിവസം തന്നെ അവരെ ആ ജയിലിൽ അടച്ചിട്ട് ഗൈസ്. എന്നിട്ടാണ് അവരെ അന്വേഷിക്കുന്നത് ഇതെങ്ങനെയാണ് കൊലപാതകം നടന്നതെന്ന്. അപ്പോൾ ഞാനെല്ലാം അറിഞ്ഞപ്പോഴേക്കും അവരെന്നെ വിട്ടു ഗൈസ്. പക്ഷേ എനിക്കും സാറിനും മാത്രമേ ഈ ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ ഒരു ഗ്യാങ്സ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അന്ന് രാത്രി ഞാൻ കണ്ട ഒരു 3 ബൊലേറാണോ ജീവകനാണോന്ന് അറിയില്ല. നമ്മൾ വീട് അങ്ങനെ ഇതെന്ത് സംഭവിച്ചു ഗൈസ്? വീട്ടിലെന്തോ കയറിയിട്ടുണ്ട് ഗൈസ്. ഇത് ബോസിൻ്റെ പണിയായിരിക്കും ഗൈസ്. എൻ്റെ TVയും പോയി, PC-യും പോയി. കുഴപ്പമില്ല, അവനക്കുള്ള പണി വഴിയേ ഞാൻ കൊടുത്തോളാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പോലീസുകാരും ഞാനും കൂടി ഒരു സെറ്റ് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ സാർ കുറച്ച് പോക്കറ്റ് മണി ആയിട്ട് $1000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ $1000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണിക്ക് നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ 1 ലക്ഷമോ അതിൻ്റെ അടുത്തൊക്കെ കാണും. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മുടെ ഗ്യാങ്സ്റ്ററിൻ്റെ ടീമിൻ്റെ വണ്ടി ഞാൻ നേരത്തെ പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ പോയത് നേരത്തെ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ കൂടെയാണ് അത് അങ്ങോട്ട് പോയത്. അപ്പോൾ സാറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവരെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് അവർ ചെയ്യുന്ന പണിയൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ എന്നിട്ട് ഇത് നമ്മുടെ നേരെ സാറിനോട് പറയാം. അപ്പോൾ ഈ ഒരു ടൈമിൽ സാറോടേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താവുന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും നേരത്തെ ഇവരെ ഗ്യാങ്സ്റ്ററിൻ്റെ വണ്ടി പോയത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു വഴി പോയി നോക്കട്ടെ ഇവരെ ഗ്യാങ്ങിൽ കൂടാൻ പറ്റുമോയെന്ന്. ഇവർ ഗ്യാങ്ങിൻ്റെ ലീഡറാണ് ഇപ്പുറത്ത് ഇരിക്കുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ഇവരെനിക്ക് കുറച്ച് ജാക്കറ്റും അതുപോലെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ജീവാഗണിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഏതോ ബാങ്ക് കൊള്ളയടിക്കാനാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. പക്ഷെ എനിക്കൊരു സീനുമില്ല. ഇത് ഞാൻ എൻ്റെ റിപ്പോർട്ട് ബട്ടൺ ഞെക്കി ഞാൻ അങ്ങനെ സാറിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാർ എന്തായാലും അതിൻ്റെ ചുറ്റുപറ്റും അവിടെ നിൽക്കുന്നുണ്ടാകും. ഇനി ഇവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ ഗ്യാങ്സ്റ്ററിൻ്റെ ഈ ഒരു താവളത്തിലേക്ക് നമ്മുടെ സാറ് ചെല്ലുന്നതാണ് ഗൈസ്. നമ്മുടെ ഗ്യാങ്സ്റ്റർ പറഞ്ഞ പോലെ താണ്ടെ
ബാങ്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വിലപിടിപ്പായിട്ടുള്ള ഗോൾഡ് ഡയമണ്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇത് എനിക്ക് എടുക്കാൻ ചെറിയൊരു പേടിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ആകെ ലേസറാണ്. ഇത് ഈ നമ്മളെ സിറ്റിയിലത്തെ പോലീസായിട്ട് ഒരു ബന്ധവുമില്ല ഈ ഒരു ബാങ്ക്. ഇത് വേറെ രാജ്യങ്ങളും അതേപോലെ തന്നെ ആർമി ഓഫീസറുമായിട്ടുള്ളൊരു ബാങ്കാണിത്. ഇത് മൊത്തം AI കൺട്രോളിലാണ്. പക്ഷെ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു വള്ളിയുണ്ട്, നമുക്ക് ഇതിൽ തൂങ്ങിപ്പോകാം. ഓ ഗൈസ്, ഈ വള്ളി ഉണ്ടെങ്കിൽ സുഖമാണല്ലോ ഗൈസ്. ഇത് ഇവർക്ക് ഞാൻ ഇതിൽ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും ഈ ഒരു ഡയമണ്ട് ഉറപ്പായിട്ടും അടിച്ചു മാറ്റും. അപ്പോൾ ഇത് അവർ പ്ലാൻ ചെയ്ത് വന്ന വള്ളി ആവാനാണ് സാധ്യത ഗൈസ്. ഞാനങ്ങനെ ഡയമണ്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ പോലെ ഗോൾഡ് കളർ അല്ലെങ്കിൽ ഇത് പുറത്തെത്തിയപ്പോഴേക്കും കളറ് മാറി ഗൈസ്. അങ്ങനെ നമ്മുടെ ഗാങ്സ്റ്റർ എന്നെയും കൊണ്ട് നമ്മുടെ മുകളിലേക്ക് പോയിട്ട് അവിടെ എന്തോ ചെറിയ പരിപാടിയും കാര്യങ്ങളും ഉണ്ട്. അതായത് എനിക്കെന്തോ പോക്കറ്റ് മണി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഇനി എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവരെപ്പോഴാണ് വാക്ക് മാറുക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ പല രീതിയിലാണ് ഇവരെ പ്ലാനിങ് ഗൈസ്. ഡയമണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ലീഡറിനെ ഗൈസ്. ലീഡർ ക്ഷയിക്കാനൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഗൈസ് പോലീസുകാർ വന്ന്. ഓ യെസ്, അപ്പോൾ ഗൈസ് സാർ വന്നു. അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ നമ്പർ B എടുക്കാം. ഓക്കെ, ഇവനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവനെ അയ്യോ ഇവിടെ സ്മോക്ക് ഇട്ട് ഗൈസ്. ഇവൻ്റെ ഒരു സ്മോക്ക്. അയ്യോ ഗൈസ്, അവൻ പോയി. ഷെടാ ഗൈസ്, എന്തായാലും ഡയമണ്ടും കാര്യങ്ങളും ഫേക്കാണ്. ഇനി അതിൻ്റെ ബാക്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇതിനകത്ത് കയറിയപ്പോൾ ഒറിജിനൽ ഡയമണ്ടും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഒറിജിനൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുങ്ങാണ്ട് ഞാൻ അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ ഇത് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് പറഞ്ഞു തന്നൊരു ട്രിക്കാണിത്. അപ്പോൾ ഇതൊരു പ്ലാനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത്രയും നേരം നമ്മൾ അവരൊപ്പം ഏറ്റുമുട്ടിയത്. അപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടലിൽ ഞങ്ങളങ്ങനെ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അവരുടെ ബാക്കി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റവൻ അവൻ്റെ നാട്ടിൽ പോകാൻ സാധ്യതയുണ്ട് ഗൈസ്. പതിവ് പോലെ ഞാനങ്ങനെ എൻ്റെ പണി വീണ്ടും തുടരുകയാണ്. എന്തായാലും ബോസേ, സുഖം തന്നെ? നിങ്ങളെനിക്കൊന്ന് കാണണം കേട്ടോ. നിങ്ങളന്ന് പണി തന്നു പോയിട്ട് പിന്നെ നിങ്ങളൊരു വിവരമില്ല. ഓ മോനെ, സോറിടാ. ഞാനന്ന് നിങ്ങളൊരു സോറിയും പറയണ്ട. നിങ്ങളെ കയ്യും കാലും അവിടെ ഒടിച്ചില്ലേ. നിങ്ങളെന്തായാലും ഇനി റെഡിയായി വരുമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള പണി തരാം.